നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അത്രയൊന്നും സമ്പന്നമല്ലാതിരുന്ന ലോക സാമ്പത്തിക ഭൂപടത്തിലൊന്നും പ്രധാനപ്പെട്ട ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ തലവര തന്നെ മാറ്റിയ കാര്യമാണ് അവിടെ നിന്നും കണ്ടെത്തിയ വലിയ എണ്ണ നിക്ഷേപം. തുടർന്ന് ഗൾഫ് സമ്പദ് വ്യവസ്ഥയുടെ അഭൂതപൂർവമായ കുതിപ്പിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇന്ന് കേരള സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് തന്നെ ഗൾഫിൽ നിന്നുള്ള പണമാണ്. എന്നാൽ മറ്റൊരു ഗൾഫ് ആകാൻ പോവുകയാണോ കേരളം എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഉടൻ തന്നെ വലിയ രീതിയിലുള്ള പര്യവേഷണ പ്രവർത്തനങ്ങൾ തുടങ്ങാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അഥവാ കൊല്ലത്ത് നിന്ന് എണ്ണ നിക്ഷേപം കണ്ടെത്തുകയാണെങ്കിൽ അത് കേരളത്തിന്റെ തലവര തന്നെ മാറ്റും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. കരയിലും തീരമേഖലയിലും അനുബന്ധ സേവനങ്ങൾക്ക് കരാറായി കഴിഞ്ഞാൽ കൊല്ലം സമുദ്രമേഖലയിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. പര്യവേക്ഷണത്തിനുള്ള കൂറ്റൻ കിണർ നിർമ്മാണത്തിന് UK പ്രമുഖ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗുമായി ഓയിൽ ഇന്ത്യ 1252 കോടിയുടെ കരാർ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഒപ്പുവെച്ചിരുന്നു. പര്യവേക്ഷണ മേഖലയിൽ നിന്ന് ബോട്ടുകളും മറ്റ് യാനങ്ങളും അകലം പാലിക്കാൻ ചെറു കപ്പലുകളുടെ റോന്തു ചുറ്റൽ, പര്യവേക്ഷണ കപ്പലിന് ഇന്ധനവും ജീവനക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കൽ, കൂറ്റൻ പൈപ്പ് ലൈൻ സംഭരണം എന്നിവയ്ക്കുള്ള തീരസേന കരാറാണ് ഇനിയുള്ള നടപടി. കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചാണ് ഇവ ചെയ്യേണ്ടത്. കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം, കൊങ്കൺ തീരം എന്നിവിടങ്ങളിലെ 93.902 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഓയിൽ ഇന്ത്യക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഖനനത്തിന് കൈമാറിയിരുന്നു. 3ഇടത്തെയും ഡ്രില്ലിംഗിനാണ് ബ്രിട്ടീഷ് കമ്പനിയുമായി കരാർ വെച്ചത്. 2020 കൊല്ലം തീരക്കടൽ ഓയിൽ ഇന്ത്യ നടത്തിയ പര്യവേക്ഷണത്തിലാണ് ഇന്ധന സാധ്യത കണ്ടെത്തിയത്. ദ്രാവക ഇന്ധനങ്ങൾക്ക് പുറമെ വാതക ഇന്ധനങ്ങൾ കൂടി കൊല്ലത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീരത്തു നിന്ന് 26 നോട്ടിക്കൽ മൈൽ അകലെ ജലനിരപ്പിൽ നിന്ന് 80 മീറ്റർ താഴ്ച അടിത്തട്ടുള്ള ഭാഗത്താണ് പര്യവേക്ഷണം. ഏകദേശം 6000 മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കും. ഇരുമ്പുകൊണ്ട് കൂറ്റൻ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചാകും കിണർ നിർമ്മാണം. കിണറുകളിൽ കൂറ്റൻ പൈപ്പ് ലൈനുകൾ ഇറക്കിയാണ് പരിശോധന. പര്യവേക്ഷണം വിജയകരമാവുകയും പ്രതീക്ഷിച്ചതുപോലെ എണ്ണ കണ്ടെത്തുകയും ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളെ പോലെ കേരളത്തിന്റെ തലവരയും മാറും എന്ന് ഉറപ്പാണ്. ഇതോടുകൂടി ഇപ്പോൾ കഷ്ടപ്പെട്ട് മണലാരണ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.